പിഷാരനോട് ഞാൻ എന്തോരം ക്രൂരതയാണ് ഈ വേദിയിലൊന്ന് കാണിച്ചതെന്ന് അറിയാമോ? എന്തോരം ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പിഷാരനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അതിന് പ്രായശ്ചിത്തമായിട്ട് പിഷാരടി എന്നൊരു ഇടി ഇടിക്കണം. ഇടിക്കൂലേ? ഇന്നലെ വരെ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നെൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയേക്കണം. അല്ല, നിങ്ങൾ ഒരാൾ ഇല്ല, ഞാനത് ചെയ്യില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇടിക്കാം പറഞ്ഞു കൊടുക്കും. അല്ല പിഷാരടി, പുള്ളി എന്തായാലും ഒരാഴ്ച എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അസുഖം വന്ന ഒരാളുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അത്ര ഒരാഴ്ചക്കകം മരിക്കുമെന്ന് എന്നോട് പുള്ളി നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാ പോരെ? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇല്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ചേട്ടാ. ഒരു ഇടി എന്നെ ഇടിച്ചില്ലെങ്കിൽ എന്റെ ആത്മാവ് ചെയ്തു കൊടുക്ക്. ഞാൻ എന്ത് ചെയ്യണം ഡയനെ? ആഗ്രഹം പറഞ്ഞതല്ലേ, ചെയ്തോ ചേട്ടാ. കേട്ടോ? ഒരു നിങ്ങളെല്ലാരും അങ്ങനെ പറയണേ, ഞാൻ ചെയ്യാം. സന്തോഷമായിട്ടിരിക്കണം നിങ്ങൾ കേട്ടോ, ഒരു ടെൻഷനും വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും നടത്തിയിട്ട് വേണം കേട്ടോ. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇടിക്കും, പക്ഷേ മടിക്കാണ്ട് ഇടിക്കും. ഇടിച്ചോളൂ, ഞാൻ നിന്ന് തരാം. എന്തിനാ പേടിക്കണേ? ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ ഇടിച്ചു മറിക്കുന്നത്. എന്താണ് കാണിക്കണേ? ഞാൻ നിന്നെ തൊട്ടല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ ഞാൻ ചുമ്മാ പുള്ളിനെ ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. ഞാൻ ഇടിച്ചിട്ടില്ല. ഞാൻ പുള്ളിനെ ജസ്റ്റ് പുള്ളി പറഞ്ഞുകൊണ്ട് പുള്ളിനെ ഒന്നിങ്ങനെ ഞാൻ തൊട്ടല്ലേ ഉള്ളൂ. അങ്ങനെ തൊട്ടാത്ത പേടിക്കേണ്ട ആവശ്യമില്ലോ. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്നോട് ഇടിച്ചത്? ഇനി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചാവും. സത്യം ഈ സമൂഹത്തിനോടൊക്കെ നിങ്ങൾ വിളിച്ചു പറയണം, പിഷാരടിയാണ് എന്നെ ഇടിച്ച് കൊന്നെന്നുള്ളത്. ചത്താലും നിന്നെ വെറുതെ വിടൂല. ഞാൻ തന്നെ ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ.